അഡ്വക്കേറ്റ് പി എം മാതിര, ആ നിലയിലൊരു അന്വേഷണം, ആ നിലയിലൊരു പരിശോധന മലയാള സിനിമാ മേഖല നടത്തേണ്ടതുണ്ടോ? അത് സാന്ദർഭികമായി ഞാനിപ്പോൾ ചോദിച്ചു എന്ന് മാത്രം. 2019 ഈ റിപ്പോർട്ട് വരുന്നു, സർക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൊഴിലിടങ്ങളിലെ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, ചൂഷണം, പലതരം പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശോധിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷേ സിനിമാ മേഖല കുറേ കൂടി സങ്കീർണമായി നിൽക്കുന്ന ഒരു മേഖല എന്ന നിലയിൽ, ഒരു അഭിഭാഷക എന്ന അനുഭവത്തിൽ നിന്ന് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് ഇതുവരെ പോയിട്ടുള്ളത്? ആ പോയ പോക്കിൽ ഹൈക്കോടതിയുടെ ഈ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുചർച്ചയാവുന്നതും കുറേ കൂടി വിശാലമായി കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും കൂടുതൽ ഗുണകരമാക്കുമോ കാര്യങ്ങളെ? സിനിമാ മേഖലയ്ക്ക് കാര്യമായ മാറ്റത്തിന് അത് ഇടവരുത്തുമോ? ആദ്യത്തെ ചോദ്യത്തോട് പ്രതികരിക്കുകയാണെങ്കിൽ, ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല കേട്ടോ, ഈ പൊതുവിൽ നമ്മൾ ചോറുണ്ണുന്ന മലയാളികളൊക്കെ ആലോചിക്കണം, ആരാണ് ഈ സജിമോൻ പാറയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുക്കം ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇമാതിരി പണിയെടുത്ത ആൾ ആരാണ്? അയാൾ പറഞ്ഞത് പൊതു താല്പര്യ ഹർജി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഡിവിഷൻ ബെഞ്ചിൻ്റെ മുന്നിൽ വന്നത്. ഡിവിഷൻ ബെഞ്ചിന് മാത്രമല്ല, അപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഇതിലെന്താണ് പൊതു താല്പര്യം, ഇത് വ്യക്തിപരമായ താല്പര്യമല്ലേ എന്ന് ചോദിച്ചിട്ടാണ് പിന്നീട് അത് സിംഗിൾ ബെഞ്ചിലേക്ക് വരുന്നത്. എന്നിട്ട് സിംഗിൾ ബെഞ്ചിൻ്റെ മുന്നിൽ വരുന്ന സമയത്ത് തന്നെ ഉള്ള ഒരു പ്രശ്നം, ഇതിലെന്താണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല, ഇതെങ്ങനെയാണ് നിങ്ങളെ വ്യക്തിപരമായിട്ട് എഫക്റ്റ് ചെയ്യുക? ഈ കുമ്പളങ്ങ കട്ട ആളുകൾക്ക് ചുമലിൽ തപ്പും എന്നൊക്കെ പറയുന്ന പോലെ ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തന്നെ ഇതെന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന ആർക്കാണ് പറയാൻ വേണ്ടി കഴിയുക? അപ്പോഴാണ് പ്ലേറ്റ് ആകെ മാറ്റിയിട്ട് ഇത് ഇരകളുടെ താല്പര്യം എന്നൊക്കെ ഇയാൾ പറയുന്നത്. ഹൈക്കോടതിയിലൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള വാദങ്ങളാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പറയാണ് ഇരകളുടെ താല്പര്യം. അപ്പോഴാണ് പിന്നീട് WCC വനിതാ കമ്മീഷനും ഉൾപ്പെടെ ഇതിനകത്ത് കക്ഷി ചേരുന്നത്. ശരിക്കും WCC ആയാലും കേരള വനിതാ കമ്മീഷൻ ആയാലും കേരളത്തിലെ സ്ത്രീകളോട്, കേരളത്തിലെ തൊഴിലെടുക്കുന്ന സ്ത്രീകളോട് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ പോരാട്ടം ഈ കോടതിയുടെ മുന്നിൽ ഈ ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം കേരള വനിതാ കമ്മീഷനോടും WCCനോടൊക്കെ ഇക്കാര്യത്തിൽ കമ്മിറ്റഡ് ആണ്. നമ്മളൊക്കെ അതിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ രണ്ടാമത്, ഈ ഒരു ഇൻഡസ്ട്രി എത്രമാത്രം സ്ത്രീവിരുദ്ധമായിട്ടാണ് പെരുമാറുന്നത്, എത്രമാത്രം സ്ത്രീകളോട് ലൈംഗികാതിക്രമങ്ങൾ ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ട്, തൊഴിൽ മേഖലക്കകത്ത് നിൽക്കുന്ന ചൂഷണങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോഴും ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ നടപ്പിലാക്കാൻ കഴിയാത്തത്? പിന്നെ നമുക്കറിയാലോ, ഈ AMMA എന്നുള്ള സംഘടനയുടെ മുമ്പാകെ ഈ WCCയുടെ അംഗങ്ങളായിട്ടുള്ള ആളുകൾ ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ തൊഴിലിടത്തെ ലൈംഗിക പീഡനങ്ങൾ നിയന്ത്രിക്കുന്ന 2013 നിയമത്തിൻ്റെ ഭാഗമായിട്ടുള്ള കമ്മിറ്റി ഈ ഇൻഡസ്ട്രിയെയും ബാധിക്കും വിധം രൂപീകരിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഈ ബഹുഭൂരിപക്ഷം താരങ്ങളും അംഗങ്ങളായിട്ടുള്ള ഈ AMMA എന്നുള്ള സംഘടന ഉൾപ്പെടെ മുഖം തിരിഞ്ഞ സമീപനമാണ് അന്നെടുത്തിട്ടുള്ളത്. പിന്നീട് ഹൈക്കോടതിയിൽ പോയി ഒരു വലിയ നിയമയുദ്ധം നടത്തി, വനിതാ കമ്മീഷൻ ഉൾപ്പെടെ അവരോട് ചേർന്ന് നിന്ന് നടത്തിയ നിയമയുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ ഇത് സെറ്റും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെന്നുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം വന്നപ്പോൾ വളരെ വയബിളായല്ലോ, ആ ഇൻഡസ്ട്രിക്ക് അങ്ങനെ IC ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞല്ലോ. അപ്പം അതുവരെ അത് കഴിയില്ല, പ്രായോഗികമല്ല എന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ ഇപ്പം പ്രായോഗികമാണ്, നടപ്പിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് കണ്ടല്ലോ. പിന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് കാലങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രി പിന്തുടരുന്ന സ്ത്രീ വിരുദ്ധമായിട്ടുള്ള എന്തൊക്കെ സമീപനങ്ങളുണ്ട്, ഇത് തിരിച്ചറിയലൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഒരു ജനാധിപത്യ മൂല്യങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. പഴയ വീടുകൾക്കകത്ത് ഭർത്താവ് ചെയ്യുന്ന എല്ലാ ആക്രമങ്ങളും സഹിക്കേണ്ടവളായിരുന്നു സ്ത്രീ എന്ന് പറഞ്ഞത് 2005 DV ആക്ട് വരുന്നതോട് മാറുകയാണ്, കുടുംബത്തെ ജനാധിപത്യവൽക്കരിക്കുകയാണ്. 2013 തൊഴിലിടവുമായി ബന്ധപ്പെട്ട് പ്രിവെൻഷൻ, പ്രൊഹിബിഷൻ, റിഡ്രസൽ ഓഫ് സെക്ഷൽ ഹാരാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള നിയമം വരുന്നതോടുകൂടി വർക്ക് പ്ലേസിൻ്റെ സ്വഭാവം മാറുകയാണ്. ആ വർക്ക് പ്ലേസ് എങ്ങനെയാണ് സ്ത്രീകളോട് സ്ത്രീ സൗഹൃദപരമായി പെരുമാറേണ്ടത് എന്നുള്ളതാണ് 2013 നിയമം പറയുന്നത്. അതിലും എത്രയോ മുൻപേ ബൻവാരി ദേവി ഉൾപ്പെടെ നടത്തിയിട്ടുള്ള സമരങ്ങൾ, വിശാഖ കേസിലെ വിധിന്യായങ്ങൾ, ഇപ്പോഴും ഒരുപാട് മനുഷ്യർ നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ ആകത്തുകയാണ് ഇങ്ങനൊരു നിയമം വന്നത്.
അതൊരു തൊഴിലെടുത്ത് എങ്ങനെ നടപ്പിലാക്കാതിരിക്കണം എന്നാലോചിക്കുന്നിടത്താണ് ഇങ്ങനൊരു ഫാക്ട് ഫൈൻഡിങ് കമ്മിറ്റി ഇങ്ങനൊരു റിപ്പോർട്ടുമായിട്ട് നാളിതുവരെ ഇന്ത്യയിലെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലും സംഭവിക്കാത്ത രീതിയിൽ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പഠനം നടത്തുന്നത്. തീർച്ചയായും ആ പഠനം റിപ്പോർട്ട് പുറത്തു വരുന്ന സമയത്ത് ഇതിനകത്തുള്ള സ്ത്രീവിരുദ്ധമായ ആശയഗതികൾ ഇന്നതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അത് തിരുത്തണമെന്ന് പറയുന്നതിന് ആരാണ് ഭയപ്പെടേണ്ടത്? പിന്നെ സ്വാഭാവികമായിട്ട് ഇതുവരെ അവിടെ പോയിട്ട് ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങളോട് എങ്ങനെ പെരുമാറി ഈ ഇൻഡസ്ട്രി എന്ന് സ്ത്രീകളോട് ചോദിച്ചിട്ടില്ല. ആദ്യ നായിക ഈ നാടേ വിട്ട് ഓടിപ്പോയിട്ടുള്ള അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. സ്ത്രീകൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോഴും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒരു അവസരം കിട്ടിയപ്പോൾ അവർ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സെക്ഷൽ ഹാരാസ്മെൻറ്റ് ഉൾപ്പെടെ സെക്ഷൽ വയലൻസ് ഉൾപ്പെടെ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു വ്യക്തിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട് അത് മാസ്ക് ചെയ്തിട്ടേ റിപ്പോർട്ട് പുറത്തു വിടൂ എന്നുള്ളത് വിവരാവകാശ കമ്മീഷനും സർക്കാരും ഒക്കെ പറഞ്ഞതിന് ശേഷവും വീണ്ടും സജിമോൻ പാറയിലിൻ്റെ ഉത്കണ്ഠ എന്തായിരുന്നു? സജിമോൻ പാറയിൽ ഒരു വ്യക്തി മാത്രമാണോ? അദ്ദേഹത്തിൻ്റെ പുറകിൽ ആരാണുള്ളത്? ഈ ഇൻഡസ്ട്രിയിലെ പ്രബലരുൾപ്പെടെ നടത്തിയിട്ടുള്ള കളികളുടെ ഭാഗമായിട്ടാണോ ഇതിങ്ങനെ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരേണ്ടതാണ്. അന്വേഷണാത്മക മാധ്യമപ്രവർത്തനം നടത്തുന്ന മാധ്യമപ്രവർത്തകരുടെയോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. ഇങ്ങനെയൊക്കെ കോടതിനെയൊക്കെ ഇങ്ങനെ പരിഹസിക്കും വിധം ഇങ്ങനെ ഈ രീതിയിലൊക്കെ വരാൻ ധൈര്യമുണ്ടായ ഒരു സംവിധാനം എങ്ങനെയാണ് ഇവർക്ക് ഉണ്ടായത് എന്നുള്ളത് പുറത്തു വരണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ സമൂഹത്തിലുള്ള എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇതാരാണ്, ഇതെന്തിനാണ് ഇങ്ങനെ വന്നത്, ഇതിങ്ങനെ അട്ടിമറിക്കൽ ആരുടെ? ഏറ്റവും അവസാന കൈയാണ് ശ്രമിച്ചത് ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ സജി ചെറിയാൻ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞു ഇത് പുറത്തു വരുന്നു എന്ന് പറയുമ്പോഴാണ് ഇത് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ കേരള വനിതാ കമ്മീഷനും WCCയും ഉൾപ്പെടെ അടിയുറച്ചു നിന്നത് കൊണ്ട് മാത്രമാണ് ഈ നിയമയുദ്ധത്തിൽ ഇങ്ങനെ വിജയിക്കാൻ കൂടി കഴിഞ്ഞതെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊന്നും ഈ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇത് അട്ടിമറിക്കാൻ പറ്റും എന്ന് കരുതിയ ഒരു ശക്തി ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അത് പുറത്തു വരും ദിവസങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ.